കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാർ ഇവിടുന്ന് നേരെ മറിഞ്ഞു. അപ്പോൾ മൂന്നാറിലെ ഒരു എന്താ പറയുക, തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തു, കുറച്ച് നാളായി. അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇത്. ചീയപ്പാറയിൽ നിന്ന് ഞങ്ങൾ നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയേറിയ സ്ഥലമാണ് മൂന്നാറല്ലേ, നമുക്ക് അറിയാം. പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ തേയിലത്തോട്ടങ്ങളും കോടയും എല്ലാം ഒരു പ്രത്യേക ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മൂന്നാർ പോകുവാൻ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മൂന്നാർ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും എന്താണ് മൂന്നാർ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൂന്നാറിന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറേ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നിറയെ കോടയും തണുപ്പും എല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. ഈ മനോഹരമായ സ്ഥലത്തിന് മൂന്നാർ എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള ഈ 3 നദികളുടെ സംഗമ വേദി ആയതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600-1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 90 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനടുത്താണ്. തെക്കിൻ്റെ കാശ്മീർ എന്ന അപരനാമത്തിൽ മൂന്നാർ പ്രശസ്തമാണ്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങൾ നമ്മുടെ നയനങ്ങൾക്ക് വേറിട്ട അനുഭൂതിയും കാഴ്ചകളും അതിമനോഹരവുമാണ്. ഈ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൊരു വൃക്ഷമുണ്ട്. അത് നിറയെ ചുവന്ന പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് മിക്ക സ്ഥലത്തും ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും വളരെ മനോഹരമാണത്. നല്ല ഭംഗിയാണ്. നിറച്ച് പച്ച ഇലകൾക്കിടയിൽ ചുവന്ന പൂക്കൾ. അകലെ നിന്ന് നോക്കിയാലും അടുത്ത് നിന്ന് നോക്കിയാലും അടിപൊളിയാണ്. ഇവിടെ വീഡിയോ എടുക്കാനാണ് നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടോ. എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്. ചെറുതായി കോട വീണ ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ റോഡിലൂടെ ഞങ്ങൾ വീണ്ടും നീങ്ങുകയാണ്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ നല്ല രസമാണ്. വെട്ടി നിർത്തി നല്ല അടിപൊളിയായിട്ട് നിർത്തിയിരിക്കുന്നുണ്ട്. തേയില നുള്ളിക്കൊണ്ട് പോകുന്നൊരു വണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ നിറച്ച് തേയില നുള്ളിക്കൊണ്ട് പോകുന്നത് കാണാൻ കഴിയും. എന്ത് രസമാണെന്ന് നോക്കിയാൽ. കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മലയാളമാണ് സംസാരിക്കുന്നതെങ്കിലും മലയാളം കഴിഞ്ഞാൽ തമിഴാണ് ഇവിടെ അധികം സംസാരിക്കുന്നത്. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട കാര്യം, കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 66% ഇടുക്കി ജില്ലയിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇടുക്കി അടിപൊളിയാണ് അല്ലേ? 1977 വരെ ഇടുക്കിയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 1977 കുട്ടമ്പുഴ വില്ലേജിനെ എറണാകുളം ജില്ലയോട് ചേർത്തതോടെ ഇടുക്കിയുടെ വലിപ്പം കുറയുകയും പാലക്കാട് ഒന്നാമതെത്തുകയും ചെയ്തു. എന്നാൽ 2023 കുട്ടമ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടുത്തിയതിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം വീണ്ടും ഇടുക്കിക്കായി. വിസ്തൃതിയുടെ കാര്യത്തിൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ ജില്ലയാണെങ്കിലും കേരളത്തിലെ ജില്ലകളിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി തന്നെയാണ്. 2 മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഉള്ളൂ ഈ ജില്ലയിൽ. പർവ്വത പ്രദേശം ആയതുകൊണ്ട് തന്നെ
നഗര ജനസംഖ്യ ഗ്രാമീണ ജനസംഖ്യയെ അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവാണ്. മലയിടുക്ക് എന്ന അർത്ഥം വരുന്ന ഇടുക്ക് എന്ന മലയാള വാക്കിൽ നിന്നാണ് ഇടുക്കി എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ദുർഘടമായ പർവ്വത പ്രദേശങ്ങളും നിരവധി നദീതടങ്ങളും അഗാധമായ മലയിടുക്കുകളുമുള്ള ഉയരത്തിലുള്ള പീഠഭൂമിയാണ് ഇടുക്കി ജില്ല. നിബിഡ വനങ്ങളും ഷോളവനങ്ങളും നിറഞ്ഞ ഒരു വലിയ പ്രദേശമാണ് ഇടുക്കിയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ തേയിലത്തോട്ടങ്ങൾ ഇവിടെയാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടിയിലധികം ഉയരമുള്ള ഈ ഹിൽ സ്റ്റേഷൻ അതിമനോഹരമായ പ്രകൃതി ദൃശ്യ സൗന്ദര്യത്തിൽ ശ്രദ്ധേയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആളുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി നിർത്തിയിട്ട് ഈ ഇടുക്കിയുടെ ഈ സൗന്ദര്യത്തെ ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരം നമുക്കവിടെ നിൽക്കാൻ തോന്നുമെങ്കിലും സമയക്കുറവ് മൂലം നമ്മൾ പെട്ടെന്ന് കണ്ട് ഫോട്ടോയെല്ലാം എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് നീങ്ങും. കാരണം വെച്ചാൽ നമ്മൾ 1-2 ദിവസത്തെ ട്രിപ്പിനാണ് വരുന്നത്. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എന്ത് രസമല്ലേ, നല്ല ഭംഗിയല്ലേ, ഇതെല്ലാം ആസ്വദിക്കാം. ശുദ്ധവായു എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഞങ്ങൾ പോയ ഈ സമയം താരതമ്യേന തിരക്ക് കുറഞ്ഞ സമയത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ വാഹനങ്ങളോ ഇതൊന്നുമില്ല. കോട ഇറങ്ങിയേക്കുന്നത് കണ്ടോ, ഈ എന്ത് രസം നോക്ക്. കോട ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കോടയെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നീങ്ങുകയാണ്. മറയൂർ ആണ് നമ്മുടെ ലക്ഷ്യം. മറയൂരിൽ ചെന്ന് മറയൂർ ശർക്കര അതെല്ലാം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. മൂന്നാർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറയ്ക്കുന്നൊരു സ്ഥലമാണ്. അത്രയും അതിമനോഹരമാണല്ലോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം. എത്ര പ്രാവശ്യം ഇവിടെ വന്നാലും നമ്മൾക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് നമ്മളെ മാടി വിളിക്കുന്നതാണ് മൂന്നാർ, വാഗമൺ എല്ലാം. കുറേ കന്നുകുട്ടികൾ അതിലെ നടക്കുന്നുണ്ട്. അവർ പുല്ല് മേഞ്ഞ് നടക്കുന്നതാണ്. വെറുതെ അഴിച്ചു വിട്ടേക്ക്. എത്ര എണ്ണാന്ന് നോക്ക്, കണ്ടോ, ഒരു പേടിയൊന്നുമില്ല കേട്ടോ. ഓളായിട്ടാണ് റോഡിൻ്റെ നടുക്കേ കൂടെ നടക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് രസമാണെന്ന് നോക്ക്. ആട്ടി ഇവിടെയൊക്കെ കുറേ തേയിലയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പച്ചപ്പ് പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്ക്. നല്ല ഭംഗിയല്ലേ, എല്ലാം ഒരേ നിരപ്പിൽ. ആഹാ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കോടയും മഴയും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി, സൂപ്പറായിട്ട് നമുക്ക് ഒന്നുകൂടെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെയൊക്കെ കുറച്ച് പുല്ലൊക്കെ കയറി കിടക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു പണി കിട്ടി കേട്ടോ. ഒരു പണിയെന്നല്ല, മുട്ടം പണി കേട്ടോ. ഞങ്ങൾ പെട്ടു. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. 2 പേരും കയറി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാൻ പറ്റാതെയായിപ്പോയി. ഇതാണെങ്കിൽ ലോഡുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് മാത്രമാണ് ഇതിലെ വാഹനം ഓടിക്കാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാലോ. കാരണം വെച്ചാൽ ഇതിലേക്ക് ഇതുപോലെ അപ്രത്യക്ഷമായിട്ട് വണ്ടി കയറി വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ പണി കിട്ടി എന്ന് ചോദിച്ചാൽ മതി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അവർ 2 പേരും കയറി വന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നില്ല. മാക്സിമം കയറി പോരാനായിട്ട് നോക്കുന്നുണ്ട്. കുറേ സമയമായി ഞങ്ങളിവിടെ കിടക്കുന്നു. ഒരുപാട് നേരമായിട്ടോ. വീഡിയോയിൽ നമ്മൾ ഫുൾ എടുത്തിട്ടില്ല. പിന്നെ 2 പേര് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കയറി വരികയാണ്. ട്രാവലർ താഴോട്ട് ഇറക്കത്തില്ലേ, അപ്പോൾ ആ വശത്തോട്ട് ഇറക്കത്തില്ല അവർ. ഇവർക്കാണെങ്കിൽ ഇവിടെ സൈഡില്ലാത്തതുകൊണ്ട് ഇവരും അനങ്ങിയില്ല. ലാസ്റ്റ് താഴോട്ട് ഇറക്കാതെ തന്നെ പതുക്കെ 2 പേരും നീങ്ങി. ആ ലോഡ് വണ്ടിയുടെ പുറകെ തന്നെ ഞങ്ങൾ പോവാണ്. കൂടെ കിടക്കുന്നത് കണ്ടോ, എന്ത് രസം നോക്ക്. കൂടെ മൂടിക്കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഇപ്പുറത്ത് നോക്കുമ്പോൾ തേയിലത്തോട്ടങ്ങൾ, മലനിരകളിങ്ങനെ
വിശാലമായിട്ട് പടർന്ന് കിടക്കുകയാണ്. അതിൻ്റെ മേലെ കൂടെ കോട ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. അടിപൊളി കോട ഇറങ്ങി, നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരു രക്ഷയില്ല, അടിപൊളി. ഇപ്പോഴൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളുടെ പരീക്ഷ സമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പം ഇവിടെ നല്ല തിരക്കായിരിക്കും, അടിപൊളിയായിരിക്കും. ദേ ഈ മരം ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഈ സംഭവം നട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതേ റോഡ് സൈഡിൽ നല്ല രസമുണ്ട്, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കോടയെല്ലാം പയ്യെ പയ്യെ നീങ്ങി പോകുന്നുണ്ട്. മഴയെല്ലാം പെയ്ത് കഴിയുമ്പോൾ നല്ല കനത്ത കോട ഇറങ്ങും കേട്ടോ. അന്നേരം പിന്നെ ഒന്നും കാണാൻ കഴിയത്തില്ല. മഴ അങ്ങ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശക്തമായിട്ടുള്ള കോട ഇറങ്ങാൻ തുടങ്ങും. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെയായിരുന്നു. ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കനത്ത കോട ഇറങ്ങി. പിന്നെ നമ്മൾക്ക് വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞ് കോട പയ്യെ മാറിക്കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. രാത്രിയിലൊക്കെ ആണെങ്കിൽ പെട്ടുപോയത് തന്നെ. പക്ഷേ ഇപ്പോൾ രസമാണ്, നമുക്ക് നിർത്തിയൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോകാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.